തിരികെ വീട്ടിലേക്കുള്ള ഡ്രൈവിങ്ങിനിടയിൽ ആൽബി പലതവണ അമ്മുവിനെ നോക്കി. അവൾ എന്തോ വലിയ ആലോചനയിലാണ്. എന്താടോ തലപുകഞ്ഞുള്ള ചിന്തയിലാണല്ലോ. അതിച്ച ജെറിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എന്ത് പ്രോബ്ലം? എൻ്റെ ചെക്കന് എൻ്റെ അറിവിലൊരു പ്രോബ്ലവും ഇല്ല. പിന്നെന്താ അവന് വിവാഹത്തോടൊരു എതിർപ്പ്? എൻ്റെ അമ്മു, നീ ഇതുവരെ അത് വിട്ടില്ലേ? അവന് അതിൻ്റെ പ്രായമായിട്ടില്ലല്ലോ. ഞാൻ തന്നെ ഇതുവരെ കല്യാണത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. അതെന്താ? ദേ വായടിച്ച് അവിടെ ഇരുന്നോണം. ഒന്ന് കഴിഞ്ഞ് അടുത്തത് ചോദിച്ചുകൊണ്ടിരിക്കുവാ. അവൻ ദേഷ്യപ്പെട്ടതും അവൾ ചുണ്ടുകൊട്ടി പുറത്തേക്ക് നോക്കിയിരുന്നു. അത് കണ്ടതും അവന് ചിരി വന്നു. കളരിക്കൽ വീട്ടിൽ കാർ കയറിയതും അവർ കണ്ടു മുറ്റത്തിരിക്കുന്ന കിച്ചന്റെ ബൈക്ക്. ഉത്സാഹത്തോടെ ഇറങ്ങാൻ തുനിഞ്ഞവളെ ആൽബി സീറ്റിലേക്ക് തന്നെ പിടിച്ചിരുത്തി. എന്താ ഇച്ച? മറുപടി പറയാതെ അവൻ അവളുടെ കവിളിലൊന്ന് തലോടി. ഒരു നിമിഷം അമ്മു പിടച്ചിലോടെ അവനെ നോക്കി. എന്തോ തൻ്റെ ഉള്ളിലൂടെ കരണ്ട് പാസ് ചെയ്തതുപോലെ. വേദനയുണ്ടോ? ഇല്ലെന്ന് അവൾ യാന്ത്രികമായി തലയാട്ടി. ആരെങ്കിലും മാനസികമായോ ശാരീരികമായോ ഉപദ്രവിക്കുമ്പോൾ നിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെങ്കിൽ അപ്പോൾ തന്നെ മറുപടി കൊടുത്തിരിക്കണം. നീ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, ഞാനില്ലേ കൂടെ. അവൻ്റെ വാക്കുകൾ അവളിൽ വല്ലാത്തൊരു അനുഭൂതി സൃഷ്ടിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. പിന്നെ ഇന്ന് സംഭവിച്ചതൊന്നും ഇവിടെ ആരോടും പറയണ്ട. അവൾ തലയാട്ടിയതും അവൻ കവിളിലൊന്ന് തട്ടിയിട്ട് കാറിൽ നിന്നിറങ്ങി. എന്താ എനിക്ക് പറ്റിയത്? അരുതാത്തതൊന്നും മനസ്സിൽ തോന്നിപ്പിക്കല്ലേ എൻ്റെ കണ്ണ. നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അവളും പുറത്തേക്കിറങ്ങി. അകത്തേക്ക് ചെന്നപ്പോഴാണ് കിച്ചനൊപ്പം ദേവു ഉണ്ടെന്നറിഞ്ഞത്. അമ്മ ഓടിച്ചെന്ന് ദേവുവിനെ കെട്ടിപ്പിടിച്ചു. അവളെ മാത്രമേ നീ കണ്ടുള്ളൂ. കിച്ചൻ പരാതി പറഞ്ഞതും അമ്മു അവനെ നോക്കി കോക്രി കാട്ടി. അതൊരു പുതിയ അനുഭവമായിരുന്നത് കൊണ്ട് കിച്ചൻ അത്ഭുതത്തോടെ ആൽബിയെ നോക്കി. എന്നെ നോക്കണ്ടടാ, ഞാനിത് കണ്ടു മടുത്ത് കിടക്കുക. ഇവളുടെ ഈ കോക്രി കാട്ടൽ കണ്ട് ഇവിടുത്തെ മീൻ കഷ്ണം തിന്നാമെന്ന പൂച്ച വരെ പേടിച്ചു പോയെന്നാ കേട്ടത്. ദേയിച്ച വേണ്ടട്ടോ. ദേവു വാ, നമുക്ക് റൂമിലേക്ക് പോകാം. ദേവുവിന്റെ കൈ പിടിച്ച് കുറുമ്പോടെ പോകുന്നവളെ കണ്ടതും കിച്ചന്റെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞു. താൻ കാണാൻ ആഗ്രഹിച്ചത് ഇതാണ്, ഇവളുടെ ഈ കുറുമ്പും വാശികളും തൻ്റെ ചിക്കുവിനെ പോലെ. അമ്മുമോളിപ്പോ ഒരുപാട് മാറി. സത്യം പറഞ്ഞ ചിക്കു പോയതിനു ശേഷം ഒരു പെൺകുട്ടിയുടെ കളിച്ചിരികൾ ഈ വീട്ടിൽ മുഴങ്ങുന്നത് ഇപ്പോഴാണ്. അമ്മുവിൻ്റെ ഈ മാറ്റത്തിന്റെ കാരണം അമ്മച്ചിയും ആൽബിയുമൊക്കെയല്ലേ? ഇനി ഇവൾ ഇവിടുന്ന് വരുമെന്ന് എൻ്റെ സംശയം. അവൾ വന്നാലും ഞങ്ങൾ വിടില്ല. അമ്മു ഇപ്പോൾ ഇവിടുത്തെ കുട്ടിയാ അല്ലേ ആൽബി? അതെ, പക്ഷെ നമ്മളെക്കാൾ അവകാശമുള്ളത് ദേവുവിനും കിച്ചുവിനുമല്ലേ? എങ്കിൽ ആദ്യം കിച്ചുവിൻ്റെ കല്യാണം കഴിയട്ടെ, എന്നിട്ട് ആലോചിക്കാം. അമ്മുവിനെ പിരിയുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കത്രീനാമ്മയ്ക്ക് കഴിയില്ല. അത്രയ്ക്ക് അവൾ അവരിലെല്ലാം വേരുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. നീ വാ കിച്ചു, നമുക്ക് മുകളിലേക്ക് പോകാം. എടാ, സത്യത്തിൽ ഇത് തരാൻ വേണ്ടിയാ ഞാൻ വന്നത്. ഒരു ഫയൽ ആൽബിക്ക് നേരെ നീട്ടിക്കൊണ്ട് കിച്ചൻ പറഞ്ഞു. അതിൽ അമ്മുവിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ആയിരുന്നു. അവളുടെ മാർക്ക് ഷീറ്റ് കണ്ട് അക്ഷരാർത്ഥത്തിൽ ആൽബി നെട്ടി. ഡാ കിച്ചു, അമ്മുവിന് നല്ല മാർക്കുണ്ടായിരുന്നല്ലോ. നീ പറഞ്ഞതെങ്കിലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതേടാ, ജീവിതത്തെക്കുറിച്ച് അവൾ സ്വപ്നം കണ്ടത് തന്നെ പഠിക്കാനുള്ള ഈ കഴിവ് കാരണമാ. ദേവുവിൻ്റെ അമ്മയാണ് അതിനനുവദിക്കാതിരുന്നത്. ആ തള്ളയ്ക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? അമ്മ പഠിച്ച് നല്ല നിലയിലെത്തിയ അവർക്ക് തന്നെയല്ലേ ഗുണം. അവളുടെ സ്വഭാവത്തിന് കിട്ടുന്ന ശമ്പളം മുഴുവൻ ആ കുടുംബത്തിനു വേണ്ടി ചിലവാക്കിയേനെ. നീ അത് വിട്. പിന്നെ അഡ്മിഷന്റെ കാര്യം എന്തായി? ഈ വർഷത്തെ അഡ്മിഷൻ എല്ലാം കംപ്ലീറ്റ് ആയി. ഞാൻ പ്രൈവറ്റ് കോളേജിലൊന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചതാ. പക്ഷെ ഇനി അത് വേണ്ട. ഇത്രയും മാർക്ക് വാങ്ങിയ അമ്മു ദി ബെസ്റ്റ് കോളേജിൽ തന്നെ പഠിക്കണം. ഒരു വർഷം കൂടി കാത്തിരിക്കണമെന്നല്ലേ ഉള്ളൂ. സത്യമാണോ അമ്മു? അന്ന് നീ പറഞ്ഞ ചേട്ടൻ ഇച്ചായനായിരുന്നോ? അന്ന് രാത്രി താൻ ഇഷ്ടപ്പെട്ടിരുന്ന ആള് ആൽബിയാണെന്ന് അറിഞ്ഞതിനെ കുറിച്ച് ദേവുവിനോട് പറയുകയായിരുന്നു അമ്മു. അപ്പോൾ എന്നിട്ട് നീ എന്താ ഇത്ര ദിവസമായിട്ട് എന്നോട് പറയാതിരുന്നത്? നേരിട്ട് പറയാമെന്ന് വിചാരിച്ചു. അമ്മൂസേ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? നിനക്ക് എന്നോട് എന്തു പറയാലോ പെണ്ണെ, പിന്നെന്തോ ഒരു മുഖപുര. അതമ്മു, അന്ന് ദിയച്ചേച്ചി പറഞ്ഞതുപോലെ ഇച്ചായനെ നിനക്ക് സ്നേഹിച്ചൂടെ? ഇല്ല ദേവു, ഒന്നും അറിയാത്ത പ്രായത്തിൽ ഇഷ്ടം തോന്നിയിരുന്നു. ഇന്നങ്ങനെയല്ല. എനിക്ക് അഭയം തന്ന വീടാണിത്. ദൈവത്തിൻ്റെ സ്ഥാനത്താണ് എൻ്റെ ഇച്ച്. എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ജീവിതമാണിത്. ഒരു പ്രണയത്തിൻ്റെ പേരിൽ ഇവരിൽ നിന്നൊന്നും അകലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നിനക്ക് ഇഷ്ടമാണ് അല്ലേ? ഇല്ല ദേവു, ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിക്കുവാ ഞാൻ. മനസ്സ് തെറ്റിലേക്ക് പോകാതിരിക്കണമെങ്കിൽ വീണ്ടും പഠനത്തിലേക്ക് ഇറങ്ങണം. IAS സ്വപ്നം നേടിയെടുക്കണം. അവളുടെ ആത്മവിശ്വാസം കണ്ടപ്പോൾ അതാണ് ശരിയെന്ന് ദേവുവിന് മനസ്സിലായി. അത്താഴം കഴിഞ്ഞ് ആൽബി പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടാണ് അമ്മുവും പിന്നാലെ ചെന്നത്. എങ്ങോട്ട് പോകുക ഇച്ച? ടീനുവിനെ കാണാം. രാവിലത്തെ പ്രശ്നത്തിനു ശേഷം അവളെ പിന്നെ കണ്ടതേ ഇല്ലല്ലോ. ആൽബിയുടെ മുഖത്തെ ടെൻഷൻ കണ്ടതും അമ്മു പിന്നെയൊന്നും ചോദിച്ചില്ല.
ഗേറ്റ് കടന്ന് അവൻ പോകുന്നത് നോക്കി അമ്മു ചാരുപടയിലിരുന്നു. ജെറി അവളെ പേടിപ്പിക്കാൻ നോക്കിയെങ്കിലും അവൾ അവനെ കൂർപ്പിച്ചു നോക്കിയിട്ട് വീണ്ടും നിലാവിലേക്ക് കണ്ണും നട്ടിരുന്നു. നിനക്ക് എൻ്റെ ഇച്ചായനെ ഇഷ്ടമാണോ അമ്മൂസേ? പൊടുന്നനെയുള്ള ജെറിയുടെ ചോദ്യത്തിൽ അവൾ സംശയത്തോടെ അവനെ നോക്കി. പറ, ആണോ? എൻ്റെ എന്തെങ്കിലും പെരുമാറ്റത്തിൽ ജെറിക്ക് അങ്ങനെ തോന്നിയോ? ഇല്ല, പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം, നീ എൻ്റെ ഇച്ചായൻ്റെ പെണ്ണാകണമെന്ന്. നിനക്കെന്താ ഭ്രാന്തുണ്ടോ ജെറി? നിന്റെ ഇച്ചായൻ ഓഫീസ് കാര്യങ്ങൾ അധികം ഇടപെടുന്നില്ലെന്നല്ലേ ഉള്ളൂ. അല്ലാതെ എന്നെ പോലൊരു പെണ്ണിനെ കെട്ടാനുള്ള ഗതികേടൊന്നും നിന്റെ ഇച്ചായനില്ല. നീ അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തേണ്ട. പണത്തിന്റെ കുറവല്ലേ ഉള്ളൂ. ഒരു IAS എൻ്റെ ഇച്ചായനെ കെട്ടാലോ? ഈ കണ്ടുപിടുത്തം വേറെ ആരോടും പറയണ്ട. എടെ പൊട്ട, വിവാഹം എന്ന് പറയുന്നത് ഒരു ഒത്തുചേരലാണ്. അവിടെ പഠിപ്പും പണവും മാത്രം പോരാ. നിന്റെ ഇച്ചായന് എല്ലാ അർത്ഥത്തിലും ചേരുന്നത് ടീനി ചേച്ചിയാണ്. എന്തോന്ന്? അതേടാ, അവർ തമ്മിലാണ് ചേർച്ച. ചുമ്മാ പൊട്ടത്തരം പറയാതെ അമ്മു. ഇതെങ്ങാനും അവർ അറിഞ്ഞ, എടി അവർ ബെസ്റ്റ് ഫ്രണ്ടാണ്. ആണ്, അതിനോടൊപ്പം അവർക്കിടയിൽ പ്രണയവും ഉണ്ടാകാലോ. നോ വേ, കഴിഞ്ഞ 13 വർഷമായിട്ട് അവരോടൊപ്പം ഉണ്ട് ഞാൻ. ഒരിക്കൽ പോലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കൂടെ നിൽക്കുന്നവർക്ക് തോന്നില്ല. ഞാനിത് ടീനു ചേച്ചിയോട് ചോദിച്ചു. അപ്പോൾ ഞാൻ തന്നെ കണ്ടുപിടിക്കാനാണ് ചേച്ചി പറഞ്ഞത്. എടി, അവർക്കിടയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് തുറന്നു പറയാലോ. 2 വീട്ടുകാർക്ക് അത് സന്തോഷമേ നൽകൂ. അതെനിക്കറിയില്ല, പക്ഷെ നീ തിരിച്ചൊന്ന് ചിന്തിച്ചേ. അവർക്കിടയിൽ ഒന്നുമില്ലെങ്കിൽ അവരെന്തിനാ പ്രണയമാണോ എന്ന ചോദ്യത്തിന് ഉത്തരം തരാഞ്ഞത്? അമ്മ പറയുന്നത് കേട്ട് ജെറിയും ആലോചനയോടെ ചാരുപടയിലിരുന്നു. ശരിയാണ്, അവർ ഇതുവരെ കൃത്യമായിട്ട് ആർക്കും പിടികൊടുത്തിട്ടില്ല. പക്ഷേ അമ്മ പറയുന്നത് പോലെ അവർക്കിടയിൽ ഒരു പ്രണയം ഇല്ല. ശരിയാണ്, അവർ തമ്മിൽ എല്ലാത്തിലും ചേർച്ചയുണ്ട്. പക്ഷെ എന്തോ എൻ്റെ മനസ്സിൽ ഇച്ചായൻ്റെ പെണ്ണിനെ കുറിച്ച് ഓർക്കുമ്പോൾ അമ്മുവിൻ്റെ മുഖമാണ് തെളിയുന്നത്. ആ താന്തോന്നിക്ക് വേണ്ടി ജനിച്ചത് ഈ തൊട്ടാവാടിയാണെന്നൊരു തോന്നൽ. ഫയൽസ് നോക്കിയിരിക്കുന്ന ടീനയുടെ പപ്പയെ കണ്ട് ആൽബി അത്ഭുതപ്പെട്ടു പോയി. സാധാരണ ഈ സമയത്ത് കുടിച്ച് ഒരു പരുവമായി ഒറ്റയ്ക്കിരുന്ന് അപ്പച്ചനോട് സംസാരിക്കാറാണ് പതിവ്. കഴിഞ്ഞ ദിവസം അമ്മ വന്നിരുന്നു. അവളുമായിട്ട് കുറെ നേരം സംസാരിക്കുന്നത് കണ്ടു. അതിനുശേഷമാണ് ഈ മാറ്റം. ആൽബിയുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ സിസിലി അവരോടായി പറഞ്ഞു. അമ്മ ഒരു മാണിക്യമാണ് മോനെ. അവൾ എന്നോട് സംസാരിച്ച അത്രയും നേരം വല്ലാത്തൊരു പോസിറ്റീവ് ഫീലായിരുന്നു. കള്ളുകൂടി കുറയ്ക്കണമെന്ന് അവൾക്ക് വാക്കു കൊടുത്തു. അത് തെറ്റിക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല. കുര്യച്ചൻ അമ്മുവിനെ കുറിച്ച് പറയുന്നത് കേട്ട് ആൽബി ഒന്ന് ചിരിച്ചു. അവന്റെ മനസ്സിൽ അവളുടെ മുഖം തെളിഞ്ഞു നിന്നു. ശരിക്കും ദേവി ചൈതന്യമുള്ളവൾ. ടീനു എവിടെ മമ്മി? റൂമിലുണ്ട്. തലവേദനയെന്നും പറഞ്ഞ് വന്നപ്പോൾ തന്നെ കിടന്നതാ. എന്താടാ, രണ്ടും കൂടി വഴക്കിട്ടോ? ഇല്ല മമ്മി, വഴക്കിട്ടാലും പിണങ്ങിയിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ലെന്നറിയില്ലേ? അത്രയും പറഞ്ഞ് അവൻ മുകളിലേക്ക് കയറി. ബെഡിൽ കമിഴ്ന്നു കിടക്കുന്നവളെ കണ്ടതും അവനെന്തോ ഒരു വേദന തോന്നി. ടീനിക്കൊച്ചേ. ആൽബിയുടെ സാമീപ്യം അറിഞ്ഞിട്ടും അവൾ എഴുന്നേറ്റില്ല. അതുകൊണ്ട് തന്നെ അവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. വിട് ആൽബി, എനിക്ക് ഉറങ്ങണം. അങ്ങനെ ഇപ്പോൾ നീ ഉറങ്ങണ്ട, മുഖത്തേക്ക് നോക്കടി. എന്താ നിനക്ക്? അതാ ഞാനും ചോദിക്കുന്നത്. നിനക്കെന്താ? ഒന്നുമില്ല. ഇന്ന് ഓഫീസിൽ നടന്നതാണോ? എടി, അത് പിന്നെ അമ്മുവിനെ അടിക്കുന്നത് കണ്ട് കയ്യും കെട്ടി നോക്കി നിൽക്കണോ പറ്റുമോ എനിക്ക്? അതിന് നീ എന്തിനാടാ എന്നോട് ചൂടായത്? ചോദിക്കുന്നതിനോടൊപ്പം തന്നെ അവന്റെ ഷർട്ടിൽ അവൾ കൂട്ടിപ്പിടിച്ചിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നീ ഓരോന്ന് പറഞ്ഞു വന്നതുകൊണ്ടല്ലേ? ഓ, അപ്പൊ നീ ചൂടാകുമല്ലേ? അതും അത്രയും സ്റ്റാഫിന്റെ മുമ്പിലാണ് നീ എന്നോട് ചൂടായത്. അല്ലെങ്കിലും അമ്മ വന്നതിന് ശേഷം നിനക്കെന്നെ വേണ്ടല്ലോ. ഷർട്ടിലുള്ള അവളുടെ പിടി പിടിച്ചുകൊണ്ട് ആൽബി അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു. എന്തെന്റെ ടീനുവിന് പറ്റിയത്? അമ്മുവാണോ നിന്റെ പ്രോബ്ലം? അവിടെ ഒരിക്കൽ എന്നോട് ചോദിച്ചു, അവൾ നമുക്കിടയിൽ ഒരു പ്രശ്നമാകുമോ എന്ന്. എന്തേ, നിനക്ക് ഇപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല ആൽബി, ഒരിക്കലുമില്ല. അമ്മു എൻ്റെ അനിയത്തി അല്ലേടാ. പക്ഷെ നീ ഇങ്ങനെ പെരുമാറിയപ്പോൾ എനിക്കെന്തോ പേടി പോലെ. നീ എന്നിൽ നിന്നും അകന്നു പോകുമോ എന്ന്. കണ്ണു നിറച്ച് പറയുന്നവളെ അവന് നെഞ്ചോട് ചേർത്ത് നെറുകയിൽ ചുംബിച്ചിരുന്നു. ആർക്കും പിരിക്കാൻ പറ്റില്ലല്ലോ നമ്മളെ, അത് നിനക്കും അറിയാവുന്നതല്ലേ? അവന്റെ നെഞ്ചിനെ നനച്ചുകൊണ്ട് അവൾ മൂളി. തൻ്റെടിയായ ടീനയല്ല, ആൽബിയുടെ ചെറിയൊരു മാറ്റം പോലും സഹിക്കാൻ പറ്റാത്ത ആൽബിയുടെ മാത്രം ടീനുവായിരുന്നു അവൾ ആ നിമിഷം. ബാഗ് പാക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു ദിയ. അവൾ തിരികെ പോകുന്നതറിഞ്ഞ് തറവാട്ടിലേക്ക് വന്നതാണ് ദേവു. അമ്മാവൻ ഇങ്ങോട്ട് വരുമെന്നൊക്കെയല്ലേ പറഞ്ഞത്, പിന്നെന്തിനാ തിരിച്ചു പോകുന്നേ? ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ ഹർഷേട്ടന് വേണ്ടിയായിരുന്നു ദേവു. തിരികെ പോകുന്നതിന് മുൻപ് അച്ഛനോട് ഏട്ടൻ്റെ കാര്യം പറയണമെന്നും വിവാഹം ഉറപ്പിക്കണമെന്നും വിചാരിച്ചതാ. പക്ഷേ ഹർഷേട്ടന് വേണ്ടി ചേച്ചിയുടെ ജീവിതം ഇല്ലാതാക്കരുത്. ഇല്ല മോളെ, പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം.
പ്രാണനായി കരുതിയവൻ ഒരു വൃത്തികെട്ടവനാണെന്ന് അറിയാമെങ്കിലും മനസ്സിൽ നിന്നും പറിച്ചു മാറ്റാൻ കുറച്ച് സമയം വേണം. അതിനാണ് ഞാൻ പോകുന്നത്. ഇനിയും ഇവിടെ നിന്ന എനിക്ക് എന്നെ നഷ്ടമാകും മോളെ, പ്ലീസ്. മറുത്തൊന്നും പറയാനാകാതെ ദേവു നിന്നു. ചേച്ചി തൻ്റെ ഏട്ടനെ എത്രത്തോളം പ്രണയിച്ചിരുന്നുവെന്ന് അറിഞ്ഞില്ല. എത്ര പെട്ടെന്നാണ് ജീവനായി കരുതിയവരെ വെറുക്കുന്നതും വെറുപ്പോടെ നോക്കിയിരുന്നവരെ ചങ്കിൽ ചേർക്കുന്നതും. ഈ പാപം ഒക്കെ എൻ്റെ ഏട്ടൻ എവിടെ കൊണ്ട് തീർക്കും ഈശ്വര. ഹൈദരാബാദിലെ ഒരു രാത്രി. നഗരത്തിൽ നിന്നും മാറി ഒറ്റപ്പെട്ട പ്രദേശത്തെ ആ വീട്ടിൽ ഹർഷനും സംഘവും ഒത്തുകൂടി. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഗന്ധം ആ മുറിയാകെ പടർന്നു. കൈഞ്ഞരമ്പിലേക്ക് കുത്തിയിറക്കിയ മയക്കുമരുന്നിന്റെ ലഹരി തലച്ചോറിലേക്ക് ഇരച്ചു കയറിയപ്പോൾ ഹർഷന്റെ കണ്ണുകൾ ഒന്ന് കുറുകി. അതിൽ ആത്മീയയോടുള്ള മോഹവും ആൽബിയോടുള്ള പകയും നിറഞ്ഞു കവിഞ്ഞിരുന്നു. അകത്തെ മുറിയിൽ താൻ ഒരു രാത്രിക്ക് വില കൊടുത്ത പെൺ ശരീരത്തിൽ വികാരം ശമിപ്പിക്കുമ്പോൾ ക്രിസ്റ്റിയുടെ മനസ്സിൽ തെളിഞ്ഞു നിന്ന രൂപം ദേവുവിൻ്റെ ആയിരുന്നു. ആത്മീയയെക്കുറിച്ച് ഹർഷൻ പറഞ്ഞപ്പോഴേ താൻ മോഹിച്ചത് അവളെയാണ്, അവന്റെ അനിയത്തിയെ. അവളെ ഇതുപോലെ തന്റെ മുന്നിൽ കിട്ടണം. അതൊരു മോഹം മാത്രമല്ല, പ്രതികാരം കൂടിയാണ്. അവളാണ് ആ രാത്രിയിൽ തനിക്ക് തടസ്സമായി ആൽബിയെ വിളിച്ചു വരുത്തിയത്. എല്ലാത്തിനും ചേർത്ത് അവളെ എനിക്ക് സ്നേഹിക്കണം ദേവു. നഗ്നമായ ആ പെൺശരീരത്തിലേക്ക് അവൻ പല്ലുകൾ ആഴ്ത്തി. അപ്പോഴേക്കും ആ മുറിക്ക് പുറത്ത് ലഹരിയുടെ മയക്കത്തിലേക്ക് ഹർഷൻ വീണിരുന്നു. തന്റെ ബലമായി കൊണ്ടു നടക്കുന്ന കൂട്ടുകാരുടെ നോട്ടം തന്റെ പെങ്ങളുടെ നേർക്ക് തിരിഞ്ഞതറിയാതെ, അവരുടെ ചതി മനസ്സിലാകാതെ.